48 സീറ്റുകളാണ് BJPക്ക് ഇപ്പോൾ തന്നെ മുന്നിട്ട് നിൽക്കുന്നത്. അവസാന റിസൾട്ട് വന്നിട്ടില്ല. 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. 48 എന്നുള്ളതാണ്. 2 പ്രഖ്യാപനങ്ങളാണ് വന്നത്. ഒന്ന്, മനീഷ് സിസോദിയ ജംഗ്പുരയിലും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിലും പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. BJPയുടെ മികച്ച പ്രകടനങ്ങളിലൊന്ന് 27 കൊല്ലത്തെ ഭരണത്തിൽ നിന്നുള്ള മാറി നിൽക്കൽ മാറുന്നു. BJP 27 കൊല്ലത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. 47% വോട്ടുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ന്യൂഡൽഹിയിലെ പരാജയമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്തതും ഏറ്റവും പ്രഹരമേറിയതും എന്ന് വേണമെങ്കിൽ പറയാം. സന്ദീപ് ദീക്ഷിത്, മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത്തും അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന BJP മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയുമാണ് കെജ്രിവാളിനെതിരെ മത്സരിച്ചത്. പർവേഷ് വർമ്മ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. 3800-ലധികം വോട്ടുകൾക്കാണ് പർവേഷ് വർമ്മയുടെ വിജയം. സന്ദീപ് ദീക്ഷിത് പറഞ്ഞാൽ ത്രികോണ മത്സരമായിരുന്നു. പഴയ മുഖ്യമന്ത്രിമാരുടെ മക്കളും നേർക്കുനേർ വന്നൊരു സാഹചര്യം. അവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് അവിടെ ഒരു വോട്ട് കട്ടറായി മാറിയോ എന്നുള്ളതാണ്. കോൺഗ്രസിന് അവിടെ സന്ദീപ് ദീക്ഷിത്തിന് എത്ര വോട്ടുകൾ നേടിയിട്ടുണ്ട്? സന്ദീപ് ദീക്ഷിത്ത്. ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയായത് കോൺഗ്രസ് ആണോ അവിടെ ന്യൂഡൽഹി മണ്ഡലത്തിൽ? തീർച്ചയായും കണക്കുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. 4000-ലധികം വോട്ട് സന്ദീപ് ദീക്ഷിത് നേടിയപ്പോൾ 3800 വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ടുകൾ കെജ്രിവാളിൻ്റെ പരാജയത്തിന് വഴിവെച്ചു എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. കോൺഗ്രസിൻ്റെ കടുത്ത വോട്ടുകൾ ആ മണ്ഡലത്തിലെ എല്ലാം തന്നെ സന്ദീപ് ദീക്ഷിത് പിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഷീല ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത്. ഷീല ദീക്ഷിത്തിനെതിരെ വൻതോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു തെളിവും കാണിക്കാൻ ഒരു ഘട്ടത്തിലും അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സന്ദീപ് ദീക്ഷിത്തിന് വേണമെങ്കിൽ ഇതൊരു പകരം വീട്ടൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒരിക്കൽ നമ്മുടെ മാതൃഭൂമി ന്യൂസിനോട് സന്ദീപ് ദീക്ഷിത് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും സന്ദീപ് ദീക്ഷിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുരമായ പകരം വീട്ടൽ തന്നെയാണ്. തൻ്റെ അമ്മയെ പരാജയപ്പെടുത്തുകയും അനാവശ്യമായ അഴിമതി ആരോപണങ്ങൾ കൊടുക്കുകയും ചെയ്ത ഒരാൾ. ഒരുപക്ഷെ ഷീല ദീക്ഷിത്തിൻ്റെ രാഷ്ട്രീയ വനവാസമായിരുന്നു ആ പരാജയത്തിന് ശേഷമുണ്ടായത്. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഡൽഹിയിൽ രാജ്യത്താകമാനം തന്നെ കോൺഗ്രസിന്റെ വൻ തിരിച്ചടിക്കും കാരണമായത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായി നേതാവിനെ മറ്റു ഉയർത്തിക്കാട്ടിയല്ല തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്തത്. അപ്പോൾ ഈ പർവേഷ് വർമ്മയുടെ വിജയം അദ്ദേഹത്തിന്റെ ക്ലെയിമിങ് കൂട്ടുന്നുണ്ടോ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക്? കാരണം ജാട്ട് വോട്ടുകളൊക്കെ 12% ജാട്ട് വോട്ടുകളൊക്കെ ഉള്ള മണ്ഡലമാണ് ന്യൂഡൽഹി. അപ്പോൾ അവരെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് അങ്ങനെ കൂടുതൽ ക്ലെയിം ചെയ്യാനുള്ളൊരു അവസരം കൂടി ഒരുങ്ങുന്നുണ്ടോ? BJPയിൽ അങ്ങനെ ക്ലെയിമൊന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ദൈവിക അവകാശങ്ങളൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത്. ഇന്നത്തെ BJP അതായത് 2 പേർ തീരുമാനിക്കും. നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കും. അത് പാർലമെന്ററി ബോർഡിലേക്ക് വരികയും പിന്നെ അത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ അടുത്തിടെ ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP ജയിച്ച സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഒരു നേരത്തെ പത്രങ്ങളിൽ വരുന്ന മാധ്യമങ്ങളിലുള്ള ചർച്ചയിലൊന്നുമില്ലാത്ത പേരുകളാണ് ഒടുവിൽ വരുന്നത്. മധ്യപ്രദേശിൽ മോഹൻ യാദവ് വന്നു, ഹരിയാനയിൽ നൈബ് സിംഗ് വന്നു. ഇങ്ങനെ വരുന്ന പേരുകൾ ഒരിക്കലും അവർ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ പർവേഷ് വർമ്മയുടെ ആരായിരിക്കും ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.